റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യജീവിതത്തിൽ പതിവാക്കിയ ഒരു ദുആ, ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അർബഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടുന്നു. കാവൽ തേടുന്നു എന്ന് പറയുമ്പം എന്തുകൊണ്ടായിരിക്കും? ആ 4ലും അപകടം ഉണ്ടാവും. അതുകൊണ്ടാണ് കാവൽ തേടുന്നത് വരുന്നത്. ഒന്ന്, അല്ലാഹും എന്താണ് ഒന്നാമത്തെ? മാഷാ അല്ലാഹ്, അതിൻ്റെ അറബി എന്താ? ബറക്കല്ലാഹു ഫീക്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. രണ്ടാമത്തേത് വമിൻ ഖൽബിൻ ലാ യഖ്ശഅ. ഖുശൂഅ് ഇല്ലാത്ത ഹൃദയത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഖുശൂഅ് ഇല്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ അൽ ഖൽബുൽ ഖാസി. ഖസാവത്തുൽ ഖൽബ് എന്ന് പറയുന്നൊരു രോഗമുണ്ട് ഖൽബിന്. മനുഷ്യന്റെ മനസ്സെപ്പോഴും എന്താവണം? സോഫ്റ്റ് ആയിരിക്കണം. അതിലെ കരുണയും സ്നേഹവും വിട്ടുവീഴ്ചയും മാപ്പും പിന്നെന്താ കൽബിൽ വേണ്ട? ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഒരാൾ മനസ്സിൽ വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ ഹൃദയത്തിന് രോഗമുണ്ട് എന്നാണ്. ആ രോഗത്തിന്റെ കടുപ്പം എന്താണെന്നറിയോ? ആ രോഗം കൽബിന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കരയാൻ കഴിയില്ല, കരച്ചിൽ വരില്ല. അള്ളാഹു പറഞ്ഞതാണ്, സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക്. അതിനുശേഷം നിങ്ങളുടെ കൽബിന് ഈ ഖസാവത്ത് വന്നു, ഉറപ്പ് വന്നു. ഫഹിയ കൽ ഹിജാറ. അതെന്ത് പോലെയായി? കല്ല് പോലെ. കല്ല് ഉറച്ച സ്ഥലമാണ്, അതേപോലെ ഉറച്ചു നിങ്ങളുടെ കൽബ്. അല്ലാഹു പറയാണ്, കല്ല് എന്ന് പറഞ്ഞാലും ശരിയാവൂല. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. കല്ലുകളിൽ തന്നെ ചില കല്ലുകളുണ്ട്, അതിൻ്റെ ഇടയിൽ നിന്നും എന്ത് ചെയ്യും? വെള്ളം പൊട്ടി ഒഴുകും. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ. ചില കല്ലുകൾ വിണ്ട് കയറിയിട്ട് വെള്ളം അതിൻ്റെ ഉള്ളിൽ നിറ്റും, ഉറവ് വരാന്ന് പറയില്ലേ. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ. ചില കല്ലുകൾ അള്ളാഹുവിനുള്ള ഖുശൂഇൽ, പേടിയിൽ പൊട്ടിത്തെറിക്കും. ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന പോലെ. അത്രത്തോളം എന്തിനില്ല? നിങ്ങളുടെ കൽബിനില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കടുപ്പമായിരിക്കുന്നു നിങ്ങളുടെ കൽബിന്റെ അവസ്ഥ. ആ കൽബിൽ നിന്ന് കാവൽ തേടണം. മറ്റൊരു കാര്യം, ഈ രോഗം ബാധിച്ചാൽ ലാ യതഅസ്സർ. ഖുർആൻ കേട്ടാലോ, നസീഹത്ത് കേട്ടാലോ, ഉപദേശം കേട്ടാലോ, ഹദീസ് കേട്ടാലോ ഒരു മാറ്റം ഉണ്ടാവില്ല. അതിങ്ങനെ കല്ലില് വെള്ളം വീണിട്ട് തെറിച്ച പോലെ ആയിരിക്കും ആ കൽബിന്റെ അവസ്ഥ. അസർ ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും നമ്മൾ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ കലാമ് കേൾക്കുമ്പോൾ, അത് നമ്മുടെ മനസ്സ് തട്ടിയിട്ട് ഒരു പേടി, ഒരു പറയല് അത് വരുന്നില്ലെങ്കിൽ ആ കൽബിന് പ്രശ്നമുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് ECG എടുത്തു, എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്താൽ മസ്ബൂത്തായിരിക്കും. ഡോക്ടർ പറയും, മാഷാ അല്ലാഹ് എന്താ തിന്നു, എൻ്റെ ഒരു പല്ല് പൊയ്ക്കാൻ പോയിരിക്കും. അപ്പൊ ഇയാൾക്ക് പല്ല് പറിച്ചിട്ട് കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് പറിച്ച് എന്നോട് ചോദിച്ചു, എന്ത് പാലാ നിങ്ങൾക്ക് ഉമ്മ തന്നിനി ചെറുപ്പത്തില്. അപ്പോൾ ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ കൽബ് ഓക്കെ ആയിരിക്കും. പക്ഷേ ഈ രോഗമുണ്ടെങ്കിൽ അസർ ഉണ്ടാവില്ല. ഖുർആന്റെ അസർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കാൻ കൈ കെട്ടിയാ കരയുമെന്നാണ്. കാരണം ആ ആയത്തുകൾ കൽബിൽ ഇങ്ങനെ തട്ടുന്നുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏങ്കലിന്റെ ശബ്ദം ഏറ്റവും അവസാനത്തെ സഫിൽ വരെ കേൾക്കാമായിരുന്നു എന്ന സഹാബാക്കൾ പറഞ്ഞത്. ശരിക്കും അങ്ങനെ വേണം, കൽബ് അങ്ങനെ മാറണം. അതുകൊണ്ട് അതില്ലാത്ത മാത്രമല്ല വലാ യദില്ലു ലില്ലാഹ്. ഈ രോഗം ബാധിച്ചാല് അള്ളാന്റെ മുമ്പിൽ ഒരു വിനയം ആ കൽബിന് വരൂല. എപ്പോഴും ഇങ്ങനെയായിരിക്കും, ആരോടാ ഞാനോടാ. അതാ കൽബിന് രോഗമുള്ള ആളുടെ അവസ്ഥയാണ്. മറ്റേതാണെങ്കിൽ മുതവാദി ആയിരിക്കും, വിനയാന്വിതനായിരിക്കും, കിബറനാവൂല, അഹങ്കാരിയാവൂല.
ആളുകളെ വകവെക്കാത്തവനാവൂല. അള്ളാന്റെ കൽപ്പനകൾ കേൾക്കുമ്പം അത് ചെയ്യാനുള്ള മനസ്സ് വരും. നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പം അത് ഒഴിവാക്കാൻ നമ്മളെ ഖൽബ് നമ്മളോട് പറയും. തെറ്റ് ചെയ്തു പോയാൽ നമ്മളെ ആക്ഷേപിക്കും. ഒരു നന്മക്കുള്ള അവസരം നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ കുറ്റപ്പെടുത്തും. ഇതൊക്കെയാ ഖുശൂഉള്ള ഖൽബിന്റെ അടയാളം. അതില്ലാത്ത അവസ്ഥയെ തൊട്ടാണ് കാവൽ തേടാൻ പറഞ്ഞത്. ഒമിൻ ഖൽബിൻ ലാ യഖ്ശ. 2. മൂന്നാമത്തേത് ഒമിൻ നഫ്സിൻ ലാ തശ്ബ. ഒമിൻ നഫ്സിൻ, ഒരു നഫ്സിൽ നിന്നും, ലാ തശ്ബ, വയറ് നിറയാത്ത. ആ വാക്കർത്ഥം അങ്ങനെയാണെങ്കിലും അവിടെ ഉദ്ദേശം എന്ത് കിട്ടിയാലും മതി വരാത്ത നഫ്സ്. ആർത്തിപ്പണ്ടാരെന്ന് പറയും മലയാളത്തിൽ. ഒന്നിലും ഒരു തൃപ്തി ഉണ്ടാവില്ല. അതിന്റെ മേക്കിലും ഇതിന്റെ മേക്കിലും അതും ഇതും, എന്നാലും ഒരു സമാധാനമില്ല. തിന്നിട്ട് വയറ് നിറയാത്തതിനെ പറ്റി മാത്രമല്ല പറഞ്ഞ്, ദുനിയാവിനോടുള്ള താല്പര്യം, അതിനോടുള്ള ഇഷ്ടം, അതിന്റെ ബാക്കിലുള്ള ഓട്ടം, വസ്തുക്കൾ വിട്ടുകൂട്ടാനുള്ള ഇതെത്ര കിട്ടിയാലും മതിയാവില്ല. ഒരു മുഅ്മിനിന്റെ ഏറ്റവും നല്ലൊരു സ്വഭാവം എന്താ അറിയോ? അൽ ഖനാഅ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ. പക്ഷെ ഭയൊന്നും കിട്ടൂല. മാരുതി 800 പോകുമ്പോൾ മുമ്പിൽ ഒരു ഇന്നോവ പോകുമ്പോൾ എന്താ തോന്നുക? ഇൻഷാ അല്ലാഹ് ഒരു ഇന്നോവ എടുക്കണം. ആഗ്രഹിക്കാപ്പോൾ പ്രശ്നമൊന്നുമില്ല. അള്ളാഹു നമുക്കെല്ലാം അങ്ങനത്തെ വലിയ വലിയ കാറുകളൊക്കെ തരട്ടെ. ദുആ പറഞ്ഞു പോയി. അള്ളാഹു റസൂല് പറഞ്ഞെന്താ അറിയോ? ആരോടാ ചോദിക്കുന്നത്? മാലിക്കുൽ മുൽക്കിനോടാണ്. ഒരു ടിസ്റ്റ് മതി, ഒറ്റ സെക്കൻഡ് കൊണ്ട് അള്ളാഹു തിരിച്ചിടും. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ചോദിക്കാണ്ടിരിക്കൊന്നും വേണ്ട, അള്ളാഹിനോടാ ചോദിക്കുന്നത്. ഏറ്റവും നല്ലതും ചോദിക്കാം, ഏറ്റവും അധികവും ചോദിക്കാം. സഹാബാക്കൾ പറഞ്ഞു സുല്ലല്ലാഹു, അപ്പൊ നമ്മൾ കുറെ ചോദിക്കും. സുല്ല പറഞ്ഞെന്താ അറിയോ? അള്ളാഹിന്റെ അടുത്ത് അതിനേക്കാളും ഉണ്ട്. നിങ്ങൾ എത്ര ചോദിച്ചാലും അതിൻ്റെ അപ്പുറത്ത് അള്ളാഹിന്റെ അടുത്തുണ്ട്. അപ്പൊ ഈ ചില നഫ്സുകളുണ്ട്, ഈ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ വരൂല. എപ്പോഴും ഈ ഇതന്നെ ചിന്തയുള്ള മനുഷ്യന്മാർ, അത് അപകടമാണ്. കാരണം ആ നഫ്സ് അവനെ പല അപകടത്തിലും ചാടിക്കും. ചതി, വഞ്ചന, ഹറാമ്, പലിശ, അതേപോലെ തന്നെ കള്ള്, അതേപോലെ മറ്റു കാര്യങ്ങൾ, ഇതിലേക്കെല്ലാം അവൻ്റെ നഫ്സിനെ കൊണ്ടുപോകും. കാരണം ആർത്തി തീർക്കാൻ വേണ്ടി ഏത് വഴിയും അവൻ സ്വീകരിക്കും. വമിൻ ദുആഇൻ ലാ യുസ്മഅ, ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞെന്താ അറിയോ? ദുആയിന് ഉത്തരേ കിട്ടുന്നില്ല. ഒന്നുകിൽ 3 കാര്യം കൊണ്ടാണ്. ചോദിച്ച കാര്യം അള്ളാഹു നമുക്ക് തരും, അല്ലെങ്കിൽ മാറ്റിവെക്കും, അത് സമയമാകുമ്പം തരും. അതുമല്ലെങ്കിൽ അത് ഇബാദത്തായി പരിഗണിച്ച് ആഖിറത്തിൽ അതിന്റെ കൂലി കിട്ടും. പക്ഷെ ഒരു ലക്ഷണവും ഇല്ലാത്ത ഒരവസ്ഥ ദുആ ചെയ്തിട്ട്, അത് ചിലപ്പം ആ ദുആ ചെയ്യുന്നവനോടുള്ള അള്ളാഹുവിന്റെ അതൃപ്തിയാവാം. തരുന്നില്ല എന്ന് വെച്ചു ഒരുത്തം കൊട്ടനായിരിക്കും. അങ്ങനെ ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടും. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. اللهم إني أعوذ بك من الأربع: من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعاء لا يسمع. دعنا 4 കാര്യങ്ങൾ. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.